മാപ്പ് പറയണം എന്ന് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കാളിദാസ്. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മൂന്നാർ ജനവാസ മേഖലയിൽ വീണ്ടും ഭീതി പടർത്തി കാട്ടാന പടയപ്പ. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ കൃഷി നശിപ്പിച്ചു. ഏതാനും ദിവസങ്ങളായി മൂന്നാറിലെ വിവിധ മേഖലകളിൽ പടയപ്പ പതിവായി ഇറങ്ങുന്നുണ്ട്. നിലവിൽ ആന കാട്ടിലേക്ക് മടങ്ങിയെങ്കിലും രാത്രികാലങ്ങളിൽ വീണ്ടും ഇറങ്ങുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വയനാട് അമരക്കുനിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ഊട്ടി കവലയിൽ ആടിനെ കടിച്ചു കൊന്നു. പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ആടിനെ ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. അതേസമയം കടുവയെ പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തി. കടുവയെ തുറസായ സ്ഥലത്തെത്തിച്ച് മയക്കുവെടി വെക്കുമെന്ന് വയനാട് DFO അറിയിച്ചു. കഴിഞ്ഞ ദിവസം തൂപ്രയിലും കടുവ ഒരാടിനെ കൊന്നിരുന്നു. ഇതോടെ അമരക്കുനിയിൽ കടുവ പിടിച്ച വളർത്തുമൃഗങ്ങളുടെ എണ്ണം 4 ആയി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കുങ്കിയാനകളെ അടക്കം